വഹാബി ഇവർ കൂലിപ്പണിക്ക് നിങ്ങൾ വിളിച്ചാൽ മുതലാളിയെ വഹാബി ആക്കാതെ തിരിച്ചുവിടാം. തെങ്ങിന് കളക്കാൻ വിളിക്കും വഹാബിയെ. ഒരു ഹിന്ദുവിനെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങി. ഒരു ക്രിസ്ത്യാനിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ തെങ്ങിന് കളച്ച് പൈസ വാങ്ങിപ്പോ. എന്നാൽ ഒരു വഹാബിയെ നിങ്ങൾ തെങ്ങിന് കളക്കാൻ വിളിച്ചാൽ നിങ്ങൾ വഹാബി ആക്കിയിട്ടേ പോകും. നിങ്ങൾ അന്ന് ഉച്ചയാകുമ്പോൾ പിരിച്ചുവിട്ടാൽ രക്ഷപ്പെടും. അതന്നെയാ എന്നോട് ഒരു കലബ് ഒരു പേവിഷം ബാധിച്ചു. എല്ലാവരും എടുക്കണം. ഒരു വഹാബിയുടെ ബാർബർ ഷാപ്പ് കയറിയിട്ട് ഒരു അരമണിക്കൂർ അവന്റെ താടിയും തലയും ഒന്ന് എടുത്തു നോക്കി. അപ്പോഴത്തിന് അവൻ എങ്ങനെയെങ്കിലും നാശം. ഒരു 2-3 തവണ അവന്റെ ബാർബർ ഷാപ്പ് തന്നെ വന്നാൽ പിന്നെ അടുത്ത വെള്ളിയാഴ്ച വിളിക്കും. നേരെ മറിച്ച് നമ്മളൊരു 4 കുട്ടികളെ ഒരു മുജാഹിദിന്റെ ക്ലാസ്സിൽ 4 ക്ലാസ്സിൽ പങ്കെടുപ്പിച്ചാൽ മതി, ഈ കുട്ടികൾ മുജാഹിദാകും. ശരാശരി അങ്ങനെ അനുഭവം. അവരെ കോളേജിൽ പഠിപ്പിച്ചാൽ മതി, ആ മക്കൾ 2 കൊല്ലം കഴിയുമ്പോഴേക്ക് ഒറിജിനൽ മുജാഹിദിന്റെ പ്രവർത്തകരായി. നേരെ മറിച്ച് മുജാഹിദിന്റെ പ്രവർത്തകൻ 4 ക്ലാസ് അല്ല 40 ക്ലാസ് നമ്മുടെ ക്ലാസ് കൊടുത്താലും അവൻ ബിദഅത്തിൽ തിരിച്ച് സുന്നത്ത് ജമാഅത്തിലേക്ക് വരുന്നില്ല. മുജാഹിദുകളായ ആളുകൾ അവരുടെ മുന്നിൽ ഈ പറയുന്ന ആളുകൾ എന്ത് തെളിവ് പറഞ്ഞാലും ആ തെളിവുകൾ വിലപ്പോകുന്നില്ല. എന്നാൽ സുന്നികളായ ആളുകളെ വലിയ കിതാബ് ഓതിയവരായിരിക്കാം, മദ്രസയിൽ പഠിച്ചവരായിരിക്കാം, സുന്നി സമൂഹത്തിന്റെ കൂടെ ജീവിച്ചവരായിരിക്കാം. പക്ഷേ മുജാഹിദുകളുടെ കൂടെ ഒരു അല്പസമയം അവർ പറയുന്നത് കേട്ടാൽ അവർക്ക് ഹക്ക് ബോധ്യപ്പെടുന്നു. ഇതേ സംഭവം ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് ചരിത്രത്തിൽ ഒരു കാര്യമാണ് ഓർമ്മയായത്. ഹിറക്കൽ ചക്രവർത്തി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബൂ സുഫിയാനോട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പ്രബോധനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ കുറയുകയാണോ അതല്ല കൂടുകയാണോ ചെയ്യുന്നത്? കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇസ്ലാമിലേക്ക് പോയതിനു ശേഷം ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, തിരിച്ചു വരുന്നില്ല. അത് തന്നെയാണ് ഇപ്പോൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവും പറഞ്ഞിട്ടുള്ളത്. അവിടേക്ക് പോയാൽ, മുജാഹിദുകളിലേക്ക് പോയാൽ ആരും തിരിച്ചു വരുന്നില്ല, എന്നാൽ നമ്മളിൽ നിന്ന് എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇസ്ലാം, അതാണ് തൗഹീദിന്റെ യാഥാർത്ഥ്യം. അതിന് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സത്യം. അതിനു പുറമെ അവർ ആരോടൊക്കെയാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അതെല്ലാം ബാത്തിലാണ്.